ഈ ഒരു അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നായക സാന്നിധ്യമായ ഷാനവാസിനെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. മോസ്റ്റ് പോപ്പുലർ ആക്ട്രസിനുള്ള അവാർഡാണ് ഞങ്ങളിവിടെ ഇതാ നൽകാൻ പോകുന്നത്. സോ ഷാനവാസ് ആണ് വേദിയിലെത്തുന്നത്. മികച്ച നടീനെയാണ് പോപ്പുലർ ആക്ട്രസിനെ തിരഞ്ഞെടുക്കാൻ പോവാണ്. ടെൻഷൻ ഉണ്ടോ ഷാനവാസ്? നിങ്ങൾക്കില്ലാത്ത ഒരു ടെൻഷനും എനിക്കില്ല. ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി. അവാർഡ് വാങ്ങാൻ വരുന്ന സമയത്ത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറയാ, എങ്ങനെ എന്തൊക്കെ. 2 വർഷം മുമ്പ് കേരള വിഷൻ്റെ അവാർഡ് ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവാർഡ് ജേതാക്കൾക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വന്നതിൽ വളരെയധികം സന്തോഷം. അതിന് ഷംനാദ് ഖാനോടും പ്രസാദ് സാറിനോടൊക്കെ എല്ലാവരോടും കേരള വിഷനോടൊക്കെ നന്ദി പറയുന്നു. പരിഗണിച്ചതിൽ സന്തോഷം. താങ്ക് യു. അപ്പോൾ ഷാനവാസ് ആണ് ഞങ്ങളുടെ മോസ്റ്റ് പോപ്പുലർ ആക്ട്രസിനെ ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് നോമിനേഷൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ? എല്ലാം പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളവരാണല്ലേ ഷാനവാസ്. ഇതിൽ നിന്നും ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി കേരള വിഷൻ്റെ അമൃതവേണി 3rd എഡിഷൻ ഓഫ് ഞങ്ങളുടെ ടെലിവിഷൻ അവാർഡ്സിലെ പോപ്പുലർ ആക്ട്രസ് ആയിട്ട് മാറിയിരിക്കുന്നത്, ജനപ്രിയ നടിയായി മാറിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. 3, 2, 1 ഗോ. നിന്റെ കഴുത്തീർക്കാൻ പാകത്തിനൊരു കുരുക്ക് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. സൂര്യ ടിവിയുടെ ഹൃദയം, ഞങ്ങളുടെ ഏഷ്യാനെറ്റിന്റെ സാന്ത്വനം 2 എന്നീ സീരിയലിലൂടെ മേഘന വിൻസെന്റ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ജനപ്രിയ നായികയായിട്ട് ഇവിടെ ഇതാ എത്തുന്നത്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ മെമെന്റോ ജനപ്രിയ നായിക മേഘന വിൻസെന്റ്. ടാപ്പി നൽകുന്ന ഗിഫ്റ്റ് സുനോജ് കുമാർ, ദ സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ഹെഡ്. അദ്ദേഹമാണ് ടാപ്പി നൽകുന്ന ഉപഹാരം ഇവിടെ ഇതാ മേഘനയ്ക്ക് നൽകുന്നത്. മിസ്റ്റർ സൂരജ് രാജൻ, ദ ഡയറക്ടർ ഫോർ ദി അനശ്വര ജുവലേഴ്സ്. അനശ്വര ജുവലേഴ്സിന്റെ സൂരജ് രാജനാണ് ഞങ്ങളുടെ ഉപഹാര സമർപ്പണം, ഞങ്ങളുടെ പ്രശംസാപത്രം നൽകുന്നത്. കേരള വിഷന്റെ ഉപഹാരം സമർപ്പണം നവാസ്, KCCL ഡയറക്ടർ. മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് 30 ദിവസവും കോൾ ഷീറ്റ് തിരക്കുള്ള ഒരാളാണ് മേഘന എന്ന് നമുക്കറിയാം. ഇതെങ്ങനെ സാധിക്കുന്നു ചക്കരെ? ഇതെങ്ങനെ പറ്റുന്നു? നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിനും ഒരു സുഖമുണ്ടല്ലേ. സോ ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് സമയം ഇനിയും ബാക്കിയാണ്. ഇനിയും എൻ്റെ കോൾ ഷീറ്റ് ബാക്കിയാണ്. നീ ഹിന്ദിയിലേക്ക് വിളിച്ചാലും ഞങ്ങൾ ചെല്ലുന്നതായിരിക്കും. പിന്നല്ല, എന്താണ് കാരണം? എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് എത്ര ടയർഡ്നെസ് ഉണ്ടെങ്കിലും, എത്ര നമ്മൾ ലൈക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, നമുക്കൊരു പേഴ്സണലി എന്തെങ്കിലും ഒരു എപ്പോഴും നമ്മൾ വണ്ടർഫുൾ എന്ന് പറഞ്ഞ് എണീക്കില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും ആ ക്യാമറയുടെ മുന്നിൽ നിന്ന് ആക്ഷൻ കട്ടിനും ഇടയിലുണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും മാജിക്കലാണ്. അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആൾ കൂടിയാണ് മേഘന. 2 വരി പെട്ടെന്നൊന്ന് മൂളാൻ പറ്റുമോ മേഘന? എന്തും ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം. പെട്ടെന്ന് 2 വരി, എനിത്തിങ് ഫോർ ഷാനവാസ്. സത്യം പറഞ്ഞ എൻ്റെ നെഞ്ചൊക്കെ പടപടപടപടന്ന് പറഞ്ഞ് ഇടിക്കുക. ഇപ്പം എങ്ങനെ പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിത്തിങ് ഡാർലിംഗ്, എനിത്തിങ്. ജസ്റ്റ് 2 ലൈൻസ് ഞങ്ങളുടെ കേരള വിഷന് വേണ്ടി, അമൃതവേണി ടെലിവിഷൻ അവാർഡ്സിന് വേണ്ടി. പ്ലീസ് കം ഓൺ, നല്ലൊരു കൈഡി കൊടുക്കാം. മേഘന വിൻസെന്റ്. അഴകായി പൂക്കുതേ, സുഖമായി താക്കുതേ, அடடா காதலை சொல்லாமல் கொள்ளாமல் உள்ளங்கள் பந்தாடுதே, அழகாய் பூக்குதே, சுகமாய் தாக்குதே, அடடா காதலை சொல்லாமல் கொள்ளாமல் உள்ளங்கள் பந்தாடுதே. Superb. Thank you so much.
ഇനി 2 അല്ല 3 ചാനൽസിലുമായിട്ട് ഇതുപോലെ നിറഞ്ഞു നിൽക്കാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും വിഷ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്, ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ കേരള വിഷൻ, ഷംനാദിക്ക, പ്രസാദ് ഏട്ടൻ, മീര, നിങ്ങളൊക്കെ എൻ്റെ ഫാമിലിയാണ്. സോ ഇവർക്കൊക്കെ പ്രത്യേകിച്ചൊരു താങ്ക്സ് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും താങ്ക്സ്. ആദ്യം ഞാൻ കമ്പയർ ചെയ്യുന്നത് കേരള വിഷനിലാണ്, ഫസ്റ്റ് ചെറുതിൽ. സോ ഒരുപാട് പ്രായം കുറവ്, എനിക്ക് തോന്നുന്നു ഒരു 5-6-7 വയസ്സ് ആ ഒരു സമയം. പിന്നെ ഈ ഒരു പോപ്പുലർ ആക്ട്രസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ തന്നെ എനിക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ബിഗ് ബ്രദറാണ്, എനിക്ക് അവാർഡ് തന്നതിൽ ഒരുപാട് സന്തോഷം. അതെനിക്ക് പറഞ്ഞറിയിക്കാനാവില്ല. എനിക്ക് ഏതൊരു സാഹചര്യത്തിലും ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിലാണെങ്കിൽ പോലും എനിക്ക് എന്താണോ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ പറയാണ്ട് പോലും കൂടെ നിന്ന ഒരാളാണ് ഇക്ക. അപ്പോൾ ഇക്കയുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അമ്മയ്ക്ക് നമ്മൾ താങ്ക്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റെ ബാക്ക് ബോണാണ് എൻ്റെ അമ്മ. സോ താങ്ക് യു അമ്മ, എന്നാലും താങ്ക്സ് പറയുകയാണ്. പിന്നെ ഈ ഒരു പറഞ്ഞല്ലോ പോപ്പുലർ ആക്ട്രസ് എന്നുള്ള ആ ഒരു കാറ്റഗറി വോട്ടിങ്ങിലൂടെ കിട്ടിയതാണെന്ന്, അതാണ് ശരിക്കും പറഞ്ഞ് ഒരുപാട് സന്തോഷമായത്. കാരണം ജനങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് സന്തോഷം. ഇപ്പോൾ പറഞ്ഞതുപോലെ മനീഷ് ചേച്ചി അവരൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മഞ്ജു ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ ഒരാളെങ്കിലും നമ്മൾക്ക് നന്നായി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിന് ഒക്കെ ഒരു റിട്ടേൺസ് ആണ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലൊരു വോട്ടിങ്ങിലൂടെ ജയിച്ചെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ ഞാനത് എടുക്കുന്നത് കേട്ടോ. ഇനിയും അടുത്ത വർഷം ഇതേ കാറ്റഗറിയിൽ ഞാൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി ഇതിലും നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. 100% ഫോർ ഷുവർ, ഇറ്റ്സ് എ പ്രോമിസ്. പിന്നെ താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലെ പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയോ. എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. നല്ല പ്രോജക്ട്സിന്റെ ഭാഗമാകാൻ പറ്റട്ടെ ചക്കരെ. താങ്ക് യു. മേഘ്ന, ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് ഫോർ വിന്നിംഗ് ദ അവാർഡ്. താങ്ക് യു. നമ്മുടെ കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിന്റെ സീസൺ 3 ആണ്. ഒരു അടിപൊളി അവാർഡൊക്കെ വാങ്ങിച്ച് നമ്മളുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഹൗ ഡു യു ഫീൽ? ഐ ഫീൽ ഗ്രേറ്റ് ആക്ച്വലി. വേറൊന്നും കൊണ്ടല്ല, പോപ്പുലർ ആക്ട്രസ് അത് വോട്ടിങ്ങിലൂടെ ആണ് ജയിച്ചതെന്ന് പറഞ്ഞത്, ഈ അവാർഡ് കിട്ടിയതെന്ന് പറഞ്ഞത്. സോ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആക്ട്രസിൻ്റെയും ഒരു വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടണമല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്തിട്ടാണെങ്കിലും, ഏതൊക്കെ ഞാൻ ഒരുപാട് ക്യാരക്ടേഴ്സ്, അങ്ങനെയല്ല, കുറച്ചധികം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കണം, അതിലാണ് കാര്യം. അപ്പം അത് എനിക്കുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിപ്പോൾ ഈ വർഷത്തിൻ്റെ 2ാമത്തെ അവാർഡാണ്. സോ ഇനിയും ഇതുപോലത്തെ അടുത്ത വർഷം ഈ സെയിം പോപ്പുലർ ആക്ട്രസ് എന്നുള്ള കാറ്റഗറിയിൽ എൻ്റെ പേരുണ്ടാവട്ടെ, അറ്റ്ലീസ്റ്റ് എൻ്റെ നോമിനേഷണൽ കാറ്റഗറിയിലെങ്കിലും വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി ഇനിയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. ഒരു ചെറിയൊരു ചോദ്യം കൂടെ, ഈ ഒരു പോപ്പുലാരിറ്റി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റോള് ചെയ്യുന്നതിലൂടെയാണോ അതോ നോർമലി നല്ല ക്യാരക്ടർ റോള് ചെയ്യുന്നതിലൂടെയാണോ കിട്ടിയിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്? ഏതൊരു ക്യാരക്ടർ ആണെങ്കിലും അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.